പ്രിയ പ്രേക്ഷകരെ, ബി.ജെ.പിക്കകത്തെ വലിയ തോതിലുള്ള ഫണ്ട് തട്ടിപ്പ്, ആ വാർത്ത നേരത്തെ ന്യൂസ് 18 ആയിരുന്നു പുറത്തുവിട്ടത്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ആണ് ഇപ്പോൾ ബി.ജെ.പി ഫണ്ട് വെട്ടിപ്പുമായി നടന്നിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തന്നെ ചിലർക്ക് നേരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത വിവരം പ്രേക്ഷകരെ പലപ്പോഴായി ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴിതാ വൻ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങൾ തള്ളിയും സുതാര്യമായ ഓഡിറ്റിംഗിന് സംഘടനാ ജനറൽ സെക്രട്ടറി അനുമോദിച്ചു എന്നുമുള്ള ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ വാദങ്ങൾ പൊള്ളയായിരുന്നു എന്ന് തെളിയുകയാണ്. ഫണ്ട് ചെലവഴിച്ചതിൽ വൻ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കി ബി.ജെ.പി നേതാവ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിമാരുടെയും പേരും വാങ്ങിയ കമ്മീഷന്റെ കണക്കും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചത്. വിശദമായ അന്വേഷണം വേണമെന്നും എല്ലാ തെളിവുകളും നൽകാമെന്നും ഈ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 ഫോളോ അപ്പ് വാർത്തയിലേക്കാണ് ഇനി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമ്മൾ നൽകിയ വാർത്ത, ആ വാർത്ത പിന്നീട് മറ്റു മാധ്യമങ്ങളിലടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ന്യൂസ് 18 തെരഞ്ഞുപിടിച്ച് ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് മുന്നിലേക്കാണ് ഈ തെളിവ് സഹിതമുള്ള പരാതിയും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിലടക്കം ഇനി എന്താണ് പറയാൻ പറ്റുക? എന്ത് പ്രതിരോധമാണ് ബി.ജെ.പിക്ക് തീർക്കാനുള്ളത്? അരുൺ. അഭിലാഷ്, കഴിഞ്ഞ 9-ാം തീയതിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിവാദം വന്ന ശേഷം ആദ്യമായി പ്രതികരിച്ചത്. അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം തന്നെ അഴിമതി ആരോപണങ്ങൾ, ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു, തെറ്റായ വാർത്തകളെന്ന് പറഞ്ഞു. അതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മാതൃകാപരമായും അതുപോലെ തന്നെ സുതാര്യമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ പാർട്ടി ബി.ജെ.പി പാർട്ടി, അതിന് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ അഭിനന്ദിച്ചു എന്നുകൂടി അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അത് അങ്ങനെ ആ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ മെയ് 26 തന്നെ ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് ജില്ലയിൽ നിന്ന് ഒരു പ്രാദേശിക നേതാവ്, ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഒരു കത്ത് നൽകി. അതിൽ എണ്ണി എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അഴിമതി നടന്നിട്ടുള്ളത്, ആരൊക്കെയാണ് അതിൽ ഉത്തരവാദിത്തം വളരെ വ്യക്തമാക്കുന്ന കത്താണ് മെയ് 26 നൽകിയത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് some huge corruption which has happened in the election 2026 കേരള എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൊടി വരാൻ വൈകി. അങ്ങനെ 1,62 ലക്ഷം രൂപയുടെ കൊടി ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങി. അതിൽ 31 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്ന ആരോപണമാണ് ഈ കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. കമ്മീഷൻ amount was received by none other than the BJP സ്റ്റേറ്റ് സെക്രട്ടറി ആൻഡ് ഇലക്ഷൻ ഇൻ ചാർജ് അഞ്ജന ഹെർസെൽഫ്. അഞ്ജനയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവരെ ഇപ്പോൾ എല്ലാ ചുമതലകളിൽ നിന്നും ബി.ജെ.പി മാറ്റി നിർത്തിയിരിക്കുന്ന പ്രധാന നേതാവാണ് അഞ്ജന. അഞ്ജന തന്നെ അത് കൈപ്പറ്റി. അതിന് താൻ ദൃക്സാക്ഷിയാണ്. ഈ പണം ക്യാഷായി തന്നെ വാങ്ങി ഫിസിക്കലി ഹാൻഡ് ഓവർ ടു ദി തേർഡ് പേഴ്സൺ. അതായത് ലിക്വിഡ് ക്യാഷ് ഈ 31 ലക്ഷം രൂപ അഞ്ജനയ്ക്ക് കൈമാറി. അതിന് താൻ സാക്ഷിയാണെന്ന് കൂടി പ്രവർത്തകൻ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളിലും ഇതുപോലെ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി കട്ടൌട്ടുകൾ സ്ഥാപിക്കാൻ കൊട്ടേഷൻ, ഒറ്റ കമ്പനിക്ക് മാത്രം, ഒറ്റ ഏജൻസിക്ക് മാത്രമായി കൊട്ടേഷൻ വാങ്ങി. അവിടെ 5 ലക്ഷം രൂപ ഒരു നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കമ്മീഷൻ, രണ്ടുപേരുടെ പേര് കമ്മീഷൻ കൈപ്പറ്റിയതാണ് പറയുന്നത്. പാങ്ങപ്പറ രാജീവും വിജയകുമാറുമാണ്. ഇതിലൊരാൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മറ്റൊരാൾ മേഖലാ സെക്രട്ടറിയാണ്. രണ്ടുപേരെയും ഇപ്പോൾ അഞ്ജനയ്ക്കൊപ്പം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകളാണ്. തിരുവനന്തപുരത്ത് SP ഗ്രാൻഡേഴ്സ് ഹോട്ടലിലാണ് പ്രവർത്തകർക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കുമായി താമസം. VVIPകളല്ല, അല്ലാത്ത നേതാക്കൾക്ക് വേണ്ടി, പ്രതിനിധികൾക്ക് വേണ്ടി താമസം അറേഞ്ച് ചെയ്ത് 30 മുറികൾ അവിടെ ബുക്ക് ചെയ്തു. അതിൽ വളരെ ചെറിയ നമ്പർ മുറികൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഒന്നിച്ച് ഇതിന്റെ 30 മുറികളും ഉപയോഗിച്ചതായി കാണിച്ച് അതിലും കമ്മീഷൻ തട്ടിയെടുത്തു എന്ന് പറയുന്നു. വാഹനങ്ങൾ വാങ്ങിയതിൽ, വാഹനങ്ങൾ അറേഞ്ച് ചെയ്തതിൽ ക്രമക്കേടുണ്ട്. ഉടമകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങി. ഇവിടെയാണ് അപ്പാർട്ട് ഫ്രം ജനറൽ സെക്രട്ടറി S സുരേഷ്, അദ്ദേഹത്തിന്റെ പേര് കൂടി പരാമർശിക്കുന്നത് വളരെ ഗൌരവമുള്ള കാര്യമാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ബി.ജെ.പിയുടെ. ഒരു ശക്തനായ, രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ ബി.ജെ.പി സംസ്ഥാനത്ത് ശക്തനായ, സംഘടനാപരമായ ശക്തനായ നേതാവാണ് S സുരേഷ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുടെ ജനറൽ കൺവീനർ കൂടിയായിരുന്നു സുരേഷ്. സുരേഷിന്റെ പേര് ഇവിടെ പരാമർശിച്ചു പോകുന്നുണ്ട്. സുരേഷ് ആൻഡ് അഞ്ജന. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് K സോമൻ ഹാസ് സോൾഡ് BJP ഫ്ലാഗ്സ് ടു കോൺസ്റ്റിറ്റ്യുവൻസി ഫോർ ആൻ amount of 2 lakh. അതായത് കേന്ദ്ര നേതൃത്വം കൊടുത്ത കൊടി 2 ലക്ഷം രൂപയ്ക്ക് സോമൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വിറ്റു എന്നാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം തന്നെ 2 ലോണുകൾ
ട്രാവൻകൂർ സഹകരണ സംഘത്തിൽ 15 ലക്ഷം രൂപ വീതം 2 കടബാധ്യത തീർത്തു. അതും കമ്മീഷൻ ലഭിച്ച പണമാണ്. ഇത് മാത്രമല്ല ഇയാൾ പറയുന്നത്, ഇതിനെല്ലാം തന്റെ പക്കൽ തെളിവുണ്ട്. വിനോദ് ഝായ്ക്ക്, സംസ്ഥാന ചുമതലയുള്ള BJP ദേശീയ നേതാവ് വിനോദ് ഝായ്ക്ക് ഇതിനെപ്പറ്റി പല കാര്യങ്ങളും അറിയാം. അതുപോലെ തന്നെ ഇതിൽ ഗൌരവതരമായ അന്വേഷണം വേണം. എല്ലാ അന്വേഷണത്തിലും തെളിവുകൾ കൈമാറാൻ താൻ തയ്യാറാണെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. BJP നേതൃത്വം പറയുന്നത് പോലെ ഇതൊരു പുകമറയല്ല, മാധ്യമ സൃഷ്ടിയല്ല. BJPയുടെ വലിയ വളർച്ച, വലിയ തിളക്കമാർന്ന വിജയമാണ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായെന്ന വസ്തുതയാണ്. ആ തിളക്കം കെടുത്താനുള്ള ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുമ്പോൾ ഇങ്ങനെ BJPയിൽ നിന്നൊരു കത്ത് പോയിട്ടുണ്ട്. ആ കത്ത് മറച്ചുവെച്ചാണ് അദ്ദേഹം ഇത്തരം അവകാശവാദം ഉന്നയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം 3 പേർക്ക് നടപടിയെടുത്തത്. പിന്നീട് ആ നടപടിയും അദ്ദേഹം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. മാധ്യമങ്ങൾക്കും പൊതുജനത്തിനും എന്താണ് BJPയുടെ സംഘടനാ നടപടിയിൽ കാര്യമെന്ന വളരെ വിചിത്രമായ ചോദ്യം കൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് നേരെയുള്ള മറുപടിയായി കൂടി ഈ കത്തിനെ കാണണം. BJPയുടെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ചുമതല പ്രവർത്തകൻ തന്നെ, ജില്ലാ നേതാവ് തന്നെ ദേശീയ നേതൃത്വത്തിന് ഒരു കത്ത് നൽകി. ആ കത്ത് കൂടി മറച്ചുവെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കത്ത് ഉള്ള വിവരം അറിയാമെന്ന് ആയിരുന്നിട്ട് കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഇത് പൂർണ്ണമായും മാധ്യമങ്ങളുടെ പഴിചാരുന്നത്. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും എന്ത് അവകാശമാണ് BJPയുടെ സംഘടനാ കാര്യങ്ങൾ എന്ന ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും നമ്മൾ അന്ന് തന്നെ സൂചിപ്പിച്ചതാണ്. ഈ ചോദ്യമൊക്കെ എത്രത്തോളം പ്രസക്തമാണ്. കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിന്റെ കേരള ഘടകമാണിത്. അഴിമതി വിരുദ്ധത എന്നത് തന്നെയാണ് ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് BJP ആവേശത്തോടെ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്നാണ്. കേരളത്തിലെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ഈ BJP നേതാക്കൾ ആഞ്ഞു തള്ളുന്നതാണല്ലോ ഇത്. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ പാർട്ടിയെ അഴിമതിയുടെ ഭാഗമാക്കി മാറ്റുന്നു, പാർട്ടിയിൽ അഴിമതി നടത്തുന്നു എന്നത് പൊതുസമൂഹം അറിയേണ്ടതില്ല. അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം എന്ന നിലയിലൊക്കെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമോ അരുൺ? ഇതാ ഇവിടെ തെളിവുകൾ സഹിതം പുറത്തു വരുന്നു. ഇതിൽ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കോ രാഷ്ട്രീയ എതിരാളികൾക്കോ അല്ല, ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണല്ലോ പരാതി ഉയർന്നിട്ടുള്ളത് അരുൺ. തീർച്ചയായിട്ടും 2 മുന്നണികൾ മാറി മാറി കേരളം ഭരിക്കുന്നു, അല്ലെങ്കിൽ ഭരിച്ചു. അവർ വലിയ അഴിമതിക്കാരാണ്. ആ അഴിമതിക്കാർക്കെതിരെ ഒരു സുതാര്യ ഭരണം അത് ഉറപ്പു നൽകാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJPക്ക് മാത്രമേ കഴിയൂ. അതുതന്നെയാണ് സംസ്ഥാനത്തെ BJPയുടെ പ്രധാന മുദ്രാവാക്യം. സുതാര്യ ഭരണം ഉറപ്പു നൽകി അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 3 സീറ്റുകൾ വലിയ വിജയം നേടുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നു. ആ പാർട്ടിയാണിപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ, അതും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഇത്തരം അഴിമതി ആരോപണത്തിൽ പെട്ടിരിക്കുന്നത്. ചെറുതല്ലാത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് BJPക്ക്. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും, എത്ര മാധ്യമങ്ങളെ പഴിയാറാൻ ശ്രമിച്ചാലും അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഉള്ളത് ഉറപ്പാണ്. വളരെ കൃത്യമായി തന്നെ പരാതികളിലൂടെ തന്നെ BJP നേതൃത്വത്തിൽ അറിവുള്ള കാര്യമാണിത്. ഇനി എങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ അഴിമതി നടത്തുന്ന പാർട്ടിയുടെ മറ്റു പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് സുതാര്യ മുഖം തുറന്ന് എന്ന ഒരു വാഗ്ദാനവുമായി ജനങ്ങളെ സമീപിക്കാൻ BJP കഴിയുക എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ആ അഴിമതി നടന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചതെന്ന് നമ്മൾ പറയുന്ന കാര്യമല്ല. ഇത് ഈ പരാതിയിൽ പറയുന്ന കാര്യമാണ്. ഒരു BJPയുടെ ഒരു പ്രാദേശിക നേതാവ്, മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. തന്റെ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി ബില്ലുകൾ ഉണ്ടാക്കി, അതും കേന്ദ്ര നേതൃത്വം കൊടുത്ത കൊടി മറിച്ചു വിൽക്കാനായി, അല്ലെങ്കിൽ അതിനുവേണ്ടി ബില്ലുണ്ടാക്കാനായി 3 ലക്ഷത്തിൽ പരം രൂപ തന്റെ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി. ആ പണം തനിക്ക് കിട്ടിയിട്ടില്ല. തന്റെ കടയിൽ കൊടിയുമില്ല, പലചരക്ക് സാധനം വിൽക്കുന്ന കടയാണ്, അവിടെ എങ്ങനെ കൊടി എന്ന് അദ്ദേഹം പ്രമദചന്ദ്രൻ ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികം BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ കടുത്ത അമർഷമുണ്ട് ഇക്കാര്യങ്ങളിൽ. അത് താഴെത്തട്ടിലെ പ്രവർത്തകർ മുതൽ BJPയുടെ ഉന്നത തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇതൊരു അവസരമായി കാണുന്നുണ്ട്. BJPയുടെ പോക്കിൽ വലിയ അമർഷമുള്ളവരുണ്ട്. വരും ദിവസങ്ങളിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ എടുക്കാൻ പോകുന്ന നിലപാടും നടപടിയും എന്ന്. രാജീവ് ചന്ദ്രശേഖരനും ഈ അഴിമതിയിൽ വലിയ ദുഃഖമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹവും ഇതിൽ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യമുള്ള ആൾ തന്നെയാണ്. പക്ഷേ മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് പോയാൽ BJPയും ഇത്തരം അഴിമതിക്കാരുടെ പാർട്ടി എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുള്ളിലേക്ക് വരും. അതുകൊണ്ടാണ് BJP ഒന്ന് നടപടിയെടുക്കാൻ ഭയക്കുന്നത്. ഈ 3 പേരെ മാറ്റി നിർത്തുന്നത് പോലും രഹസ്യമാക്കി വെക്കാൻ കാരണം അതെന്നാണ് മനസ്സിലാകുന്നത്. 16-ാം തീയതി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ 18-ാം തീയതി BJPയുടെ കോർ കമ്മിറ്റി യോഗം ചേരും. ഒട്ടും സുഖകരമല്ലാത്ത സാഹചര്യത്തിലാണ് യോഗം ചേരുക. 3 സീറ്റിന്റെ വലിയ വിജയമുള്ളപ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ അഴിമതി ആരോപണം പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ചുറ്റിപ്പറ്റിയുണ്ടാകുമ്പോൾ അത് BJPക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. ഇത്രയും നാൾ അവർ അഭിമാനത്തോടെ കൊണ്ടു നടന്ന അഴിമതി വിരുദ്ധരെന്ന പ്രതിച്ഛായ, നരേന്ദ്രമോദി എന്ന ദേശീയ നേതാവിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്കൊപ്പം നീങ്ങുന്നവരാണ് തങ്ങളുമെന്ന BJPയുടെ അവകാശവാദമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്.
അതാണ്, അതായത് പാർട്ടി ഇപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് നടത്തുന്ന അഴിമതിയല്ല, മറിച്ച് സംഘടനയ്ക്കകത്ത് തന്നെ നിന്നുകൊണ്ട് വലിയ അഴിമതി നടക്കുന്നു, ഫണ്ട് വെട്ടിപ്പ് നടക്കുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ അതിൽ BJPക്ക് തീർച്ചയായും മറുപടി നൽകാതിരിക്കാൻ പറ്റില്ല. കാരണം പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ